നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഉഷ മോഹൻകുമാർ. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് TVK സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും TVK. ശാന്തൻപാറയിൽ ഡെങ്കിപ്പനി വ്യാപനം. കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. രാജകുമാരി മുരിക്കുംതൊട്ടിക്ക് സമീപമുണ്ടായ ഇരുചക്ര വാഹന അപകടത്തിൽ പൂപ്പാറ സ്വദേശിയായ യുവാവ് മരണപ്പെട്ടു. പൂപ്പാറ കോളനി സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മരിച്ചത്. റിസോർട്ടിൽ നിന്നും വിനോദസഞ്ചാരികളുടെ സ്വർണവും പണവും മോഷ്ടിച്ച് കടന്നു കളഞ്ഞയാളെ പോലീസ് പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് TVK സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും സർക്കാർ വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തും. ഗവൺമെന്റിനെ ഉദ്ധരിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് പ്രസ്താവന. The Mullai Periyar Dam is the lifeline of people of southern districts. In 2014, the Supreme Court ordered that the water level of the Mullai Periyar Dam may be raised to 142 feet and also advised that its water level may be raised further to 152 feet after strengthening the dam. However, the government of Kerala, while continuing to refuse permission to carry out strengthening works of the dam, has instead been pressing its demand for building a new dam. This government will take firm measures to prevent the government of Kerala's attempt to build a new dam and will take concerted action to carry out repair works in the Mullai Periyar Dam area and raise the water level of the dam. ശാന്തൻപാറയിൽ ഡെങ്കിപ്പനി വ്യാപനം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. മഴക്കാലം എത്തിയതോടെ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതിക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനുമെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന അധികൃതരുടെ നിഷ്ക്രിയത്വത്തിനെതിരെ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പകർച്ചവ്യാധി രോഗങ്ങൾ വ്യാപകമായി പടരുമ്പോൾ ശാന്തൻപാറ പഞ്ചായത്ത് ഭരണസമിതി പുലർത്തുന്ന നിഷ്ക്രിയത്വത്തിനെതിരെയാണ് കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമിരമ്പിയത്. സമീപ പ്രദേശങ്ങളിലെ പല ഗ്രാമപഞ്ചായത്തുകളെയും ആരോഗ്യമേഖലകളെയും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശാന്തൻപാറയിലാണെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. രോഗവ്യാപനം തടയുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതിയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും തികഞ്ഞ പരാജയമാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉടുമ്പൻചോല UDF ചെയർമാൻ ബെന്നി തുണ്ടത്തിൽ പറഞ്ഞു. പല ഗ്രാമപഞ്ചായത്തുകളിൽ പല ആരോഗ്യ മേഖലയിൽ സന്ദർശിക്കുമ്പോൾ ഞങ്ങളോട് അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലാണ്. അതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടുത്തെ വിട്ടുകിട്ടിയ സ്ഥാപനമെന്ന നിലയിലുള്ള PHC-മാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. പഞ്ചായത്തും ആരോഗ്യവകുപ്പിന്റെയും ഗുരുതരമായ വീഴ്ചയാണ് രോഗം ഇത്രത്തോളം പടരാനിടയാക്കിയത്. മെയ് മാസത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, വ്യാപാരികൾ, ഓട്ടോറിക്ഷാ തൊഴിലാളികൾ, ഹരിതകർമ്മസേന, ആശാവർക്കർമാർ എന്നിവരെയെല്ലാം വിളിച്ചുകൂട്ടി വാർഡുകളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. പൂപ്പാറ ഉൾപ്പെടെയുള്ള ജനസാന്ദ്രതയേറിയ മേഖലകളിൽ കൊതുകു നിർമ്മാർജ്ജനത്തിനായുള്ള നടപടികൾ കൃത്യമായി നടപ്പാക്കുന്നില്ലെന്നും കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടിയില്ലെന്നും കോൺഗ്രസ് നേതൃത്വം കുറ്റപ്പെടുത്തി. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിരോധ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം. മണ്ഡലം പ്രസിഡന്റ് ബിജു വട്ടമറ്റത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ സമരത്തിൽ MP ജോസ്, സുരേഷ് ആശാരിപ്പറമ്പിൽ, TP ഉമ്മർ, R വരദരാജൻ, TP തോമസ്, NM സണ്ണി, A വേൽമുരുകൻ, ജോയി മൂഴിച്ചാൽ, K മണികണ്ഠൻ, C അമർനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി.
രാജകുമാരി മുരിക്കുംതൊട്ടിക്ക് സമീപമുണ്ടായ ഇരുചക്ര വാഹന അപകടത്തിൽ പൂപ്പാറ സ്വദേശിയായ യുവാവ് മരണപ്പെട്ടു. പൂപ്പാറ കോളനി സ്വദേശി പീർ മുഹമ്മദിന്റെ മകൻ അബ്ദുറഹ്മാനാണ് മരിച്ചത്. ബൈക്കിലുണ്ടായിരുന്ന മറ്റ് 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിന് കാരണം അജ്ഞാത വാഹനം ഇടിച്ചതാണോ അതോ ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ എന്നതിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. രാജാക്കാട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇടുക്കി മുരിക്കുംതൊട്ടി ആപ്കോസിന് സമീപത്ത് അപകടമുണ്ടാകുന്നത്. കുരുവിലാസിറ്റി ഭാഗത്തുനിന്നും പൂപ്പാറയിലേക്ക് 3 യുവാക്കൾ സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്നയുടൻ പൂപ്പാറ ഭാഗത്തുനിന്നും എത്തിയ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് പരിക്കേറ്റവരെ രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി ഇവരെ തമിഴ്നാട്ടിലെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. എന്നാൽ തലക്കേറ്റ ഗുരുതരമായ പരിക്കിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവമുണ്ടായ അബ്ദുൾ റഹ്മാൻ ഇന്നലെ രാത്രി 11:30 മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പൂപ്പാറ എസ്റ്റേറ്റ് HML ലൈൻസിൽ താമസിക്കുന്ന തിലങ്കറുടെ മകൻ വിശ്വ തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന പൂപ്പാറ സ്വദേശി ധന്യയുടെ മകൻ ആൽബിൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടത്തിന്റെ യഥാർത്ഥ കാരണമെന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിന്റെ പുറകിൽ അജ്ഞാത കാർ വന്നിടിച്ച ശേഷം നിർത്താതെ പോയതാണെന്ന് യുവാക്കളുടെ മാതാപിതാക്കൾ സംശയമുന്നയിക്കുന്നുണ്ട്. എന്നാൽ ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലേക്ക് മറിഞ്ഞതാണോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. മുരിക്കുംതൊട്ടി ഭാഗത്തെയും സമീപത്തെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അപകട സമയത്ത് കടന്നുപോയ വാഹനങ്ങളെ കണ്ടെത്താനുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ്. സിറ്റി വിഷൻ, രാജകുമാരി. മൊബൈൽ ക്യാമറകൾക്ക് മുന്നിൽ മനുഷ്യത്വം മരവിച്ചു പോകുന്ന ആധുനിക സമൂഹത്തിന് നേരെ പിടിച്ച വലിയൊരു കണ്ണാടിയാവുകയാണ് ഇടുക്കിയിലെ ഒരു ബസ് ജീവനക്കാർ. അപകടത്തിൽപ്പെട്ട് ചോര വാർന്ന് റോഡിൽ കിടന്ന യുവാക്കളെ തടിച്ചുകൂടിയ ജനക്കൂട്ടം കാഴ്ചക്കാരായി നോക്കി നിന്നപ്പോൾ സ്വന്തം ബസ്സിൽ താങ്ങിയെടുത്ത് കയറ്റി ആശുപത്രിയിലേക്ക് പാഞ്ഞ സേനാപതി ബസ്സിലെ ജീവനക്കാർ നാടിനാകെ മാതൃകയാവുന്നു. ചികിത്സയിലിരിക്കെ ആ യുവാവിൻ്റെ ജീവൻ പൊലിഞ്ഞെങ്കിലും സഹജീവി സ്നേഹത്തിൻ്റെ വലിയൊരു സന്ദേശമാണ് ഈ ഡ്രൈവറും കണ്ടക്ടറും സമൂഹത്തിന് നൽകുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഇടുക്കി മുരിക്കുംതൊട്ടി മിൽമ സൊസൈറ്റിക്ക് സമീപം നാടിനെ നടുക്കിയ ദാരുണമായ ബൈക്കപകടമുണ്ടാകുന്നത്. കുരുവിലാസിറ്റി ഭാഗത്തുനിന്നും പൂപ്പാറയിലേക്ക് 3 യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് റോഡിലേക്ക് മറിഞ്ഞ് ചോര വാർന്നു കിടക്കുമ്പോൾ പ്രദേശവാസികളും കാൽനടയാത്രക്കാരുമടക്കം വലിയൊരു ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടി. 2 വശങ്ങളിലും വാഹനങ്ങൾ നിരന്നതോടെ വലിയ ഗതാഗതക്കുരുക്കും രൂപപ്പെട്ടു. എന്നാൽ ചോരയിൽ കുളിച്ചുകിടന്ന യുവാക്കളെ ആശുപത്രിയിലെത്തിക്കാൻ ആരും മുന്നോട്ടു വന്നില്ല. ആംബുലൻസ് വരുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും കാഴ്ചക്കാരായി മാറിയ സാഹചര്യത്തിലാണ് പൂപ്പാറ ഭാഗത്തുനിന്നും അടിമാലിക്ക് പോകുകയായിരുന്ന സേനാപതി എന്ന സ്വകാര്യ ബസ് അവിടെ എത്തുന്നത്. മുരിക്കുംതൊട്ടി പള്ളി കഴിഞ്ഞപ്പോഴുണ്ടായ വലിയ ബ്ലോക്ക് കണ്ട് ബസ് ഡ്രൈവറായ കൊന്നത്തടി സ്വദേശി സുധീഷ് P. രമേശ് വണ്ടി ഒതുക്കി നിർത്തി. കാര്യമെന്തെന്നറിയാൻ കണ്ടക്ടർ അടിമാലി സ്വദേശി മനു ബിനോയും സുധീഷും ഇറങ്ങിച്ചെന്നപ്പോഴാണ് ചോരയിൽ കുളിച്ചുകിടക്കുന്ന യുവാക്കളെ കാണുന്നത്. മറ്റൊന്നും ചിന്തിച്ചില്ല. സ്വന്തം വണ്ടിയിലെ യാത്രക്കാരുടെ അനുമതിയോടെ അവരെ ബസ്സിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു. ഞങ്ങള് പൂപ്പാറയിൽ നിന്ന് സർവീസ് എന്നും വരുന്ന പോലെ പതിവ് പോലെ ഇങ്ങനെ 6 മണിക്ക് പോരുന്ന സമയത്ത് മുരിക്കുംതൊട്ടി പള്ളി കഴിഞ്ഞപ്പോൾ 2 സൈഡിലും കുറേ വണ്ടി നിർത്തിയിട്ടുണ്ട്. അവിടെ ബ്ലോക്കാ. അപ്പൊ ഇവൻ വണ്ടി അവിടെ ഒതുക്കി നിർത്തിയിട്ട് എന്നാന്നറിയാൻ വേണ്ടി ഇറങ്ങി ചെന്നപ്പോൾ 3 പിള്ളേര് ചോര വാർന്ന് അവിടെ കിടക്കുക സൈഡിൽ. ചുറ്റുവട്ടം നോക്കിയിരിക്കുന്ന ആരും ഒന്നും ചെയ്യുന്നില്ല. അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവനോട് പറഞ്ഞെന്നാൽ കയറ്റിക്കൊണ്ട് പോവാന്ന് പറഞ്ഞു. നേരെ വണ്ടി എടുത്തുകൊണ്ട് വന്നു. വണ്ടിയിലേക്ക് ഞങ്ങൾ തന്നെ പിടിച്ച് കയറ്റുന്നത്. കാരണം അവിടെ പിടിക്കാൻ പോലും ആരും സഹായിക്കാൻ പോലും തയ്യാറായില്ല. എന്നിട്ട് ചേട്ടാ ഒന്ന് പിടിച്ച് കയറ്റാവോ ഏട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ബ്ലഡ് ഛർദ്ദിച്ചു തുടങ്ങിയായിരുന്നു. അപ്പം തന്നെ എടുത്ത് കയറ്റി ഞങ്ങൾ ആളെ കയറ്റി പോന്നു. നിയമപ്രശ്നങ്ങളെ ഭയന്ന് ജനക്കൂട്ടം വിമുഖത കാട്ടിയപ്പോഴാണ് ഈ ബസ് ജീവനക്കാർ തങ്ങളുടെ കാരുണ്യം കൊണ്ട് 3 ജീവനുകളെ നെഞ്ചോട് ചേർത്തത്. ഒരു ജീവൻ നഷ്ടമായെങ്കിലും ബാക്കി 2 പേരെയെങ്കിലും തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് സുധീഷിന്റെയും മനുവിന്റെയും വലിയ മനസ്സാണ്. വരും തലമുറയ്ക്ക് ഇതൊരു വലിയ പാഠപുസ്തകമാണ്. സഹജീവി സ്നേഹത്തിന്റെ ഈ സേനാപതിമാർക്ക് ബിഗ് സല്യൂട്ട്. സിറ്റി വിഷൻ, രാജാക്കാട്.
റിസോർട്ടിൽ നിന്നും വിനോദസഞ്ചാരികളുടെ സ്വർണവും പണവും മോഷ്ടിച്ച് കടന്നു കളഞ്ഞയാളെ പോലീസ് പിടികൂടി. മധുര സ്വദേശിയും തേനിയിൽ താമസക്കാരനുമായ നാഗാർജുനനെയാണ് തേനി സ്റ്റാൻഡിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളിവാസൽ ആറ്റുകാടിന് സമീപമുള്ള റിസോർട്ടിൽ നിന്നുമാണ് മോഷണം നടത്തിയത്. റിസോർട്ടിൽ നിന്നും വിനോദസഞ്ചാരികളുടെ സ്വർണവും പണവും മോഷ്ടിച്ച് കടന്നുകളഞ്ഞ തമിഴ്നാട് സ്വദേശിയെ തേനി ബസ് സ്റ്റാൻഡിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. മധുര സ്വദേശിയും തേനിയിൽ താമസക്കാരനുമായ നാഗാർജുനനാണ് പിടിയിലായത്. പള്ളിവാസൻ ആറ്റുകാടിന് സമീപമുള്ള റിസോർട്ടിൽ താമസിച്ചിരുന്ന മധുര സ്വദേശിയുടെയും ഭാര്യയുടെയും 2 പവൻ സ്വർണവും 13,000 രൂപയുമാണ് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഇയാൾ മോഷ്ടിച്ചത്. ദമ്പതികൾ ഉറങ്ങുന്നതിനിടെ സ്ലൈഡിംഗ് ജനൽ തുറന്നകത്ത് കയറിയാണ് ഇയാൾ മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഹൗസ് കീപ്പിംഗ് ജോലിക്കെത്തിയ ദിവസമാണ് ഇയാൾ മോഷണം നടത്തിയത്. മേൽവിലാസം ഉൾപ്പെടെ ഒരു രേഖയും ഇയാൾ റിസോർട്ടിൽ നൽകിയിരുന്നില്ല. ചില ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത്. മൂന്നാർ SHO ജെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലിയിൽ പ്രവർത്തിച്ചു വരുന്ന നളന്ദ ബുക്ക് സ്റ്റാളിന്റെ ഗോഡൌണിൽ നിന്നും നോട്ട്ബുക്കുകൾ മോഷണം പോയി. സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുക്കുകൾ കാറിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. 20,000 രൂപ വിലമതിക്കുന്ന നോട്ട് ബുക്കുകളാണ് കടത്താൻ ശ്രമിച്ചത്. വർഷങ്ങളായി അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നളന്ദ ബുക്ക് സ്റ്റാൾ. സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്നാണ് ബുക്കുകൾ മോഷണം നടത്തുന്നതിനിടെ അടിമാലിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വൈസന്മാലി സ്വദേശി മുത്തുവേലിൽ പ്രദീപ്, മച്ചുപ്ലാവ് സ്വദേശി മുട്ടുച്ചിറയിൽ ജസ്റ്റിൻ എന്നിവരെ പോലീസ് പിടികൂടിയത്. 1.5 മാസം മുമ്പാണ് ഗോഡൌണിൽ നിന്നും 4.5 ലക്ഷം രൂപയുടെ ബുക്കുകളുടെ എണ്ണത്തിൽ കുറവ് വന്നതായി ബോധ്യപ്പെട്ടത്. തുടർന്ന് അടിമാലി പോലീസ് സ്റ്റേഷനിൽ സ്ഥാപന ഉടമയായ റെജികുമാർ പരാതി നൽകിയിരുന്നു. 1.5 മാസം മുമ്പ് ഞങ്ങളുടെ ഗോഡൌണിൽ നിന്ന് ഏതാണ്ട് 4,32,000 രൂപയുടെ നോട്ട് ബുക്കുകൾ മോഷണം പോയി. അത് സംബന്ധിച്ച് അടിമാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുകയും അതിൽ പ്രതിയെ പിടിക്കുകയും ചെയ്തു. അദ്ദേഹം കുറ്റം സമ്മതിച്ചു. പക്ഷേ എൻ്റെ തൊണ്ടി മുതൽ ആ സമയത്ത് റിക്കവർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ആ കേസ് ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 6:30 സമയത്ത് പോലീസ് ഈ ഇടവഴിയിലൂടെ തുഫാനായിട്ട് ബന്ധപ്പെട്ട് റെയ്ഡിന് വന്നപ്പോഴാണ് ഈ ഗോഡൌണിൻ്റെ മുന്നിൽ ഈ പറയുന്ന ആദ്യം പിടിച്ച പ്രദീപ് എന്ന് പറയുന്ന ബേസൻ വാലിക്കാരൻ, ഇപ്പോൾ താമസിക്കുന്നത് അടിമാലിയിലാണ്. ഇവിടെ നമ്മുടെ ഷട്ടർ പെട്ടെന്ന് വലിച്ചടയ്ക്കുന്നതുകൊണ്ട് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ടയർ എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസിന് സംശയം തോന്നി, പിടിച്ചു. അദ്ദേഹത്തിൻ്റെ വണ്ടി തുറക്കാൻ പറഞ്ഞപ്പോൾ വണ്ടിക്കകത്ത് നിറയെ നോട്ട് ബുക്കുകൾ കയറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി അടിമാലി സ്റ്റാൻഡിൽ നിന്ന് ജന്ന റെസിഡൻസി റോഡിലൂടെ പരിശോധന നടത്തുന്ന സമയത്ത് നളന്ദ ബുക്ക് സ്റ്റാളിന്റെ ഗോഡൌണിന്റെ ഷട്ടർ പെട്ടെന്ന് അടച്ചുപൂട്ടി പ്രദീപ് കാറിൽ കയറുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ പ്രദീപിന്റെ കാർ പരിശോധിച്ചപ്പോൾ 4 കെട്ട് നോട്ട് ബുക്കുകൾ കണ്ടെത്തി. തുടർന്ന് പോലീസ് പ്രദീപിനെ ചോദ്യം ചെയ്തപ്പോൾ നളന്ദ ബുക്ക് സ്റ്റാളിലെ ജീവനക്കാരനാണെന്ന് പ്രദീപ് പറഞ്ഞു. തുടർന്ന് സ്ഥാപന ഉടമ റെജികുമാറിനെ പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പ്രദീപിനെ 1.5 മാസം മുമ്പ് റോട്ട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രമക്കേടിനെ തുടർന്ന് പിരിച്ചുവിടുകയും മോഷണക്കുറ്റത്തിന് നിലവിൽ കേസ് കോടതിയിലുള്ളതായി പോലീസിനോട് പറഞ്ഞു. തുടർന്ന് പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ നിലവിൽ കടയിലെ ജീവനക്കാരനായ ജസ്റ്റിനാണ് ഗോഡൌണിന്റെ താക്കോൽ നൽകിയതെന്ന് പറഞ്ഞു. നളന്ദ ബുക്ക് സ്റ്റാളിലെത്തി ജസ്റ്റിനെ ചോദ്യം ചെയ്തതോടെ താക്കോൽ നൽകിയത് താനാണെന്ന് പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, nursing services, patient observation unit, palliative caring,
ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ചെറുതോണി മണിയാറൻകുടി റോഡിൽ യാത്രാ ദുരിതം രൂക്ഷമാകുന്നു. പാലം പുനർനിർമ്മിക്കണമെന്നും ചെറുതോണി മണിയാറൻകുടി റോഡ് BM&BC നിലവാരത്തിൽ നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ചെറുതോണി മണിയാറൻകുടി റോഡിലെ യാത്രാ ദുരിതം രൂക്ഷമാകുന്നതായി നാട്ടുകാർ. ജല അതോറിറ്റിയും ജലവിഭവ വകുപ്പും വിവിധ പ്രവർത്തികൾക്കായി റോഡരികിലെത്തുന്ന കുഴികൾ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്നാണ് പരാതി. റോഡ് സൈഡിൽ ജലവിഭവ വകുപ്പ് എടുത്തിരിക്കുന്ന കുഴികളിൽ നിന്ന് മഴക്കാലത്ത് ചെളിയും മണ്ണും റോഡിലേക്ക് ഒഴുകിയെത്തുന്നത് വാഹനയാത്ര അപകടകരമാക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പല ഭാഗങ്ങളിലും റോഡിന്റെ വീതി കുറയുകയും വഴുക്കൻ വർദ്ധിക്കുകയും ചെയ്തതോടെ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ ദുരിതം നേരിടുകയാണ്. ചെറുതോണി മണിയാറൻകുടി റോഡിൽ ഐറിഷ് റോഡുകൾ പോലുമില്ല. ഇതുമൂലം വെള്ളം പൂർണ്ണമായും ഒഴുകുന്നത് റോഡിലൂടെയാണ്. മാത്രമല്ല 40 വർഷം പഴക്കമുള്ള ഞാവൽ ചുവട് പാലത്തിന്റെ ശോചനീയാവസ്ഥയും പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. ചെട്ടുമാട്ട് കവല റോഡിൽ നിന്നും വഞ്ചിക്കവല ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഈ പാലത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. മഴ ശക്തമാകുമ്പോൾ പാലത്തിന് മുകളിലൂടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നതായും യാത്ര അപകടകരമാക്കുന്നതായും നാട്ടുകാർ പറയുന്നു. പെരുങ്കാല, പകിട്ടാൻ, മുക്കണ്ണൻകുടി തോടുകളിലെ വെള്ളം ഒരുമിച്ച് ഈ പാലത്തിന് താഴെയിലൂടെയാണ് ഒഴുകുന്നത്. അതിനാൽ വലിയ ജലപ്രവാഹമുള്ള മേഖലയായ ഇവിടെ നിലവിലെ പാലം സുരക്ഷാ ഭീഷണിയാണെന്നും അടിയന്തരമായി പുതിയ പാലം നിർമ്മിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഒരു പാലം, ആ പാലത്തിൻ്റെ അടി എന്ന് പറയുന്നത് അതിയായ ഭീകരാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ മണ്ടയ്ക്കൂടെ വാഹനങ്ങൾ വരുന്നതിന് വളരെ വീതി കുറഞ്ഞൊരു വഴിയാണ്. അതിപ്പം ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനും കൂടി എടുത്തു കഴിഞ്ഞപ്പം അത് വന്ന് നിറഞ്ഞ് കെട്ടി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഈ മണിയാറൻകുടി റോഡിൽ നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പം ഈ വെള്ളക്കെട്ടും ഈ ഇത് പൊളിച്ചിട്ടേക്കുന്ന പ്രശ്നങ്ങളും കാരണം ജനങ്ങൾക്ക് സഞ്ചരിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു രീതിയിലും ഒരു മുന്നണികളും വന്നതിന് ശേഷം ഈ ജില്ലാ ആസ്ഥാനമായിട്ടുള്ള വാഴത്തോപ്പ് പഞ്ചായത്തിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും എല്ലാ മുന്നണികളും മാറി മാറി വന്ന് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാം എന്ന് പറയുന്നതല്ലാണ്ട് യാതൊരുവിധ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇടുക്കി സന്ദർശിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ജലവിഭവ വകുപ്പ് ജനദ്രോഹ വകുപ്പ് പോലെ പ്രവർത്തിക്കുകയാണെന്ന് വ്യക്തമാക്കിയിരുന്നു.
വെട്ടിപ്പൊളിക്കുന്ന റോഡുകൾ പുനർനിർമ്മിക്കുന്നതിന് പോലും നടപടികൾ സ്വീകരിക്കാതെയാണ് വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെന്നും മന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. ജലവിഭവ വകുപ്പ് ജലദ്രോഹ വകുപ്പായിട്ട് കിടക്കുകയാണ്. ജലവിഭവ വകുപ്പ് ജലദ്രോഹ വകുപ്പായി മാറി. ജലവിഭവ വകുപ്പിനെ ഒരു ജനക്ഷേമ വകുപ്പാക്കി മാറ്റുക എന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട്. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം ഉണ്ടാവും. തീഷ്ണമായ ശ്രമത്തിലൂടെ നടത്തിയെടുക്കാൻ കഴിയും. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ പ്രശ്നങ്ങളിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചെറുതോണി മണിയാറൻകുടി റോഡ് സമഗ്രമായി അറ്റകുറ്റപ്പണി നടത്തി BM&BC നിലവാരത്തിൽ നവീകരിച്ചാൽ മാത്രമേ വർഷങ്ങളായി തുടരുന്ന യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാകൂവെന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം. സിറ്റി വിഷൻ, ഇടുക്കി. അടിമാലി കുതിരയള ഉന്നതി വ്യൂ പോയിന്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. രാജ്യസഭാ അംഗം ഹാരിസ് ബീരാൻ റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത്. അടിമാലി കുതിരയിള ഉന്നതി വ്യൂ പോയിന്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. രാജ്യസഭാ അംഗം ഹാരിസ് ബീരാന്റെ MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത്. ഹാരിസ് ബീരാൻ MP റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് വന്ന് വികസിക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു വ്യൂ പോയിന്റ് ആണെങ്കിൽ നമ്മളുടെ ടൂറിസം വലിയ കാര്യമായിട്ട് വികസിക്കും. ആളുകളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ഇവിടുത്തെ കച്ചവടക്കാർക്കൊക്കെ ഒരുപാട് കച്ചവടം കിട്ടും. അങ്ങനെയാണ് നാട് തന്നെ വികസിക്കുന്നത്. അപ്പൊ MP എന്നുള്ള നിലയിൽ നമ്മളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്തുനിന്ന് കാണുന്ന ചിരി ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ ഒരു സന്തോഷം, നമ്മളുടെ ഒരു വിജയം എന്ന് പറയുന്നത് MP എന്നുള്ള. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെ വിവിധ നേതാക്കളുടെ ഫണ്ടിൽ നിന്നും ഘട്ടം ഘട്ടമായി അനുവദിച്ച തുക വകയിരുത്തിയാണ് റോഡ് നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ചത്. ഇനി 400 മീറ്ററോടി കൂടി കോൺക്രീറ്റ് ചെയ്തു പൂർത്തീകരിക്കാനുണ്ട്. ഇതോടെ കുതിരയിള വ്യൂ പോയിന്റ് സഞ്ചാരികളെ ആകർഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടിമാലിയുടെ മറ്റൊരു മാറ്റത്തിനു കുതിപ്പാണ് ഈ റോഡ് നിർമ്മാണം. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈഹാനത്ത് ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു P. കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ്, മുൻ മെമ്പർ അനസ് ഇബ്രാഹിം, മനോജ് രഞ്ജൻ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. KPCC സാംസ്കാരിക സാഹിതി പീരുമേട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല പിതാവ് PN പണിക്കരുടെ ഓർമ്മദിനമായ ജൂൺ 19 വായനാ ദിനത്തിൽ സെന്റ് മാത്യൂസ് UP സ്കൂൾ വാളാർഡിയിൽ വെച്ച് പ്രശ്നോത്തരി മത്സരവും പുസ്തക വിതരണവും നടത്തി. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും നമ്മൾ പുസ്തകങ്ങളും ടീച്ചർമാർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? ഇല്ല. മഹത് വ്യക്തികളായിട്ടുള്ള ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങളും അവരുടെ അറിവുകളും ഒക്കെ പുസ്തക രൂപത്തിൽ നമുക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ അറിവുകളും അവരുടെ അനുഭവങ്ങളും ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഈ വായനയിലൂടെയാണല്ലേ. സംസ്കാര സാഹിതി നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോയിസ് ജോസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ റൂത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ സിസ്റ്റർ ചാന്ദിനി, സംസ്കാരം സാഹിതി സംസ്ഥാന സെക്രട്ടറി സന്തോഷ് പണിക്കർ, ജനറൽ കൺവീനർ PN സെബാസ്റ്റ്യൻ, ജില്ലാ വൈസ് ചെയർമാൻ ഷിനു ഫിലിപ്പ്, PTA പ്രസിഡന്റ് സോജൻ, T. സിദ്ദിഖ് INTUC റീജിയണൽ പ്രസിഡന്റ്, ശാന്തമ്മ മോൾസൺ, KM ജലാലുദ്ദീൻ, PV തോമസ്, വനിതാ മുരുകൻ, ബോബൻ ജോയി, K. പ്രവീൺ, മേരിക്കുട്ടി ബിനോയി, KR വിജയൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. പച്ചടി ശ്രീനാരായണ LP സ്കൂളിൽ വായനാ ദിനത്തിന്റെയും വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെയും ഉദ്ഘാടനം നടത്തപ്പെട്ടു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശവുമായി PN പണിക്കർ എന്ന മഹാനായ വ്യക്തിയുടെ ഗ്രന്ഥശാല പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കുട്ടികൾ സ്വന്തമായി എഴുതിയ പുസ്തക പ്രദർശനമാണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നത്. സ്കൂളിലെ കുഞ്ഞുങ്ങൾ അവരുടെ അക്കാദമിക പ്രവർത്തകരുടെ ഭാഗമായി തയ്യാറാക്കുന്ന പുസ്തകം സ്കൂൾ അങ്കണത്തിൽ പ്രദർശനത്തിന് വയ്ക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഒപ്പം അക്ഷരമധുരത്തിനോടൊപ്പം ഉച്ചഭക്ഷണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ആഴ്ചയും പാൽപ്പായസം പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തപ്പെട്ടു. ഈ 3 പരിപാടികളും ഉദ്ഘാടനം നെടുങ്കണ്ട വിദ്യാഭ്യാസ ജില്ലയിലെ ന്യൂൺമേൽ ഓഫീസർ സുജിത് നിർവഹിച്ചു. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇങ്ങനെ വായനയുടെ പ്രാധാന്യം പഠിപ്പിച്ച ഒരു PTA, MPTA അംഗങ്ങൾ തുടങ്ങി എല്ലാ അധ്യാപകരുടെയും കുട്ടികളുടെയും സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു.
കുഞ്ഞുണ്ണിമാഷും PN പണിക്കരും സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിയതോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. കുട്ടികൾക്കും ഇതൊരു വ്യത്യസ്ത അനുഭവമായി മാറി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. HM ഇൻചാർജ് ജിജോ M തോമസ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രാവിലെ പ്രത്യേക അസംബ്ലി നടന്നു. വായനാ മത്സരം, ക്വിസ് മത്സരം, പുസ്തക അവലോകനം എന്നീ മത്സരങ്ങളും സ്കൂൾ ലൈബ്രറിയിൽ പുസ്തക പ്രദർശനവും അക്ഷരമരവും ഒരുക്കി. HM ഇൻചാർജ് ജിജോ M തോമസ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PN പണിക്കരുടെ ചരമദിനം നമ്മൾ വായനാ ദിനമായി ആചരിക്കുമ്പോൾ വായനയുടെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വായനയുടെ പ്രസക്തിയെക്കുറിച്ച്, വായനയുടെ ഇതിനെക്കുറിച്ച് ഓർപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നമുക്കിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പരിപാടിയിൽ എല്ലാ കുട്ടികളും, സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കുകൊണ്ടിരിക്കുകയാണ്. മലയാളം അധ്യാപകൻ ഡോക്ടർ CV സാബുജി, സ്റ്റാഫ് സെക്രട്ടറി ജസ്റ്റിൻ ജോയ്, CRG-മാരായ അൽഹിന്ദ്, പ്രസന്നകുമാരി, ഗ്രേസമ്മ എബ്രഹാം, ലൈബ്രറി ഭാരവാഹികളായ നിഷാദ് VS, ശലഭ ശങ്കർ, ജയ K പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, അടിമാലി. ഗ്രീൻ പനോരമ 2026 പരിസ്ഥിതി ചലച്ചിത്രമേളയ്ക്ക് തേക്കടിയിൽ തുടക്കമായി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ചലച്ചിത്രങ്ങളിലൂടെ സമൂഹത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മേളയ്ക്ക് പ്രമുഖ സംവിധായകൻ ഡോക്ടർ ബിജു തിരിതെളിയിച്ചു. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയുടെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യത്തിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം ശക്തമായി ഉയർത്തിപ്പിടിച്ചാണ് തേക്കടിയിൽ ഗ്രീൻ പനോരമ 2026 പരിസ്ഥിതി ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായത്. പെരിയാർ ടൈഗർ റിസർവും ചൈതന്യ ഫിലിം സൊസൈറ്റിയും സംയുക്തമായാണ് 3 ദിവസം നീളുന്ന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. തേക്കടി ബാംബു ഗ്രോവിലെ കളരി ഹാളിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജു മേള ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഇടപെടലുകളും അതിന്റെ പ്രത്യാഘാതങ്ങളും ദൃശ്യഭാഷയിലൂടെ സമൂഹത്തിന് മുന്നിലെത്തിക്കേണ്ടത് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യകതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവർക്ക് എന്തൊക്കെയാണ് അവർ പറയുന്നത്? യുദ്ധത്തെപ്പറ്റി പറയുന്നുണ്ട്, യുദ്ധത്തെപ്പറ്റി പ്രതികരിക്കുന്നുണ്ട്, മാനവികതയെപ്പറ്റി പറയുന്നുണ്ട്, പരിസ്ഥിതിയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, അവർ നേരിടുന്ന മൗലിക പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, അവർ നേരിടുന്ന രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നാണ് സിനിമ. ഇതുകൂടി ഒരു സ്പേസ് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മളൊക്കെ അത്തരം സിനിമകൾ ലോകമെമ്പാടും ഉണ്ടാവുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്താൻ കൂടിയാണ് നമ്മളിങ്ങനെ ഗ്രീൻ ഫെസ്റ്റിവൽ എന്നുള്ള തരത്തിൽ പരിസ്ഥിതി ബോധ്യമുള്ള സിനിമ നടത്തുന്നത്. അതല്ലെങ്കിൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്, ഗാസയും ഒക്കെയായി ബന്ധപ്പെട്ടിട്ട്. പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ PO സാജു അധ്യക്ഷത വഹിച്ചു. സിനിമാ നിരൂപകൻ MC രാജ് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇക്കോ ഡെവലപ്മെന്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സൂരജ് ഭാസ്കർ, ചൈതന്യ ഫിലിം സൊസൈറ്റി സെക്രട്ടറി MA അഗസ്റ്റിൻ, അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ R ലക്ഷ്മി, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോണിക്കുട്ടി J ഒഴുകയിൽ എന്നിവരും സംസാരിച്ചു. ഡേവിഡ് ഷെർമാൻ സംവിധാനം ചെയ്ത മൈ പെൻഗിൻ ഫ്രണ്ട്, ഷോൺ സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത മുതുവാൻ കല്യാണം, ഡോക്ടർ ബിജുവിൻ്റെ ഓറഞ്ച് മരങ്ങളുടെ വീട് എന്നീ ചിത്രങ്ങളാണ് ആദ്യ ദിനം പ്രദർശിപ്പിച്ചത്. ജൂൺ 20 വരെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പരിസ്ഥിതി പ്രമേയമായ സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. സിറ്റി വിഷൻ, കുമളി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,370 രൂപ, പവന് 1,06,960 രൂപ, വെള്ളി ഗ്രാമിന് 255 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് TVK സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും TVK.
ശാന്തൻപാറയിൽ ഡെങ്കിപ്പനി വ്യാപനം. കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. രാജകുമാരി മുരിക്കുംതൊട്ടിക്ക് സമീപമുണ്ടായ ഇരുചക്ര വാഹന അപകടത്തിൽ പൂപ്പാറ സ്വദേശിയായ യുവാവ് മരണപ്പെട്ടു. പൂപ്പാറ കോളനി സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മരിച്ചത്. റിസോർട്ടിൽ നിന്ന് വിനോദസഞ്ചാരികളുടെ സ്വർണവും പണവും മോഷ്ടിച്ച് കടന്നു കളഞ്ഞയാളെ പോലീസ് പിടികൂടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.